ധന്യ മറുനാടൻ മലയാളി എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഉടമ ഷാജൻ സ്കറിയ അദ്ദേഹത്തിനെ ഈ തൊടുപുഴയിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. വളഞ്ഞിട്ട് തല്ലി എന്നുള്ളതാണ് അതിൻ്റെ ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ അതിൻ്റെ പേരിൽ വലിയ വാദപ്രതിവാദം നടക്കുന്നു. ഒരു കൂട്ടർ പറയുന്നു ഇത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന്. ചിലർ പറയുന്നു ഷാജൻ സ്കറിയല്ലേ അയക്കിടേണ്ട കൊള്ളേണ്ടതാണ് എന്ന തരത്തിൽ. എന്താണ് പുതിയ വാദഗതികൾ എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ശരിയാണ്, സോഷ്യൽ മീഡിയ മുഴുവൻ രണ്ട് തട്ടിൽ നിന്ന് സംസാരിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ കുറേ വീഡിയോസ് എടുത്തിട്ട് താഴെ കുറേ കമൻറ്റുകൾ വായിച്ചു നോക്കി നമുക്ക് ഈ കമൻറ്റുകളിലൂടെയാണല്ലോ ആളുകളുടെ ഒരു പ്രതികരണം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആളുകൾ കുറേ അധികം പേര് പറയുന്നുണ്ട് ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമല്ല ഷാജൻ സ്കറിയ നടത്തുന്നത്. അതായത് ഒരു പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും CPM-നെ വല്ലാത്ത രീതിയിൽ വിമർശിക്കും. എന്നിട്ട് ഒരു പക്ഷം മാത്രം ചേർന്ന് നിന്നുകൊണ്ട് ഒന്നുകിൽ BJP, അതായത് ഈ അവസരവാദി എന്നൊക്കെ നമ്മൾ പറയല്ലോ, അവസരം കിട്ടുന്നതിനനുസരിച്ച് വ്യൂസ് ഏതിനാണോ കൂടുതൽ കിട്ടുന്നത്, ഏതാണോ ആളുകൾ. ഇപ്പൊ BJPക്ക് കുറച്ച് സോഷ്യൽ മീഡിയ കുറെ കൂടി വിപുലമാണ്. BJPയെ കുറിച്ച് ഒരു വാർത്ത ചെയ്താൽ അത് ഷെയർ ചെയ്യാനും അത് പിന്നെ എന്താ പറയുക മറ്റുള്ളവരിൽ എത്തിക്കാനും ഒക്കെ അവരുടെ തന്നെ പോർട്ടലുകൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ചില സമയങ്ങളിൽ BJP അനുകൂല വാർത്തകൾ, ചില സമയങ്ങളിൽ കോൺഗ്രസ് അനുകൂല വാർത്തകൾ. എന്നാൽ ഒരിക്കൽ പോലും CPM നല്ലത് ചെയ്താൽ പോലും നല്ലതാണെന്ന് വിളിച്ചു പറയാൻ ഷാജൻ സ്കറിയ ശ്രമിക്കാറില്ല. ഇപ്പൊ പലർക്കും ഇതിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നതിൽ എതിരഭിപ്രായമുള്ളവരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് പക്ഷം ചേർന്ന് വാർത്ത ചെയ്യുന്നവർക്ക്, അതിപ്പോ ഞാനാണെങ്കിലും പ്രേംലാലേട്ടനാണെങ്കിലും മറ്റാരാണെങ്കിലും പക്ഷം ചെയ്ത് വാർത്ത ചെയ്യുന്നവർക്ക് ഇതൊരു താക്കീത് കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ പലരും ഷാജൻ സ്കറിയക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഇനി തിരിച്ചു വരാതിരിക്കട്ടെ എന്ന് പറയുന്നവരുണ്ട്. ഷാജൻ സ്കറിയ ഇനിയും കരുത്തോടെ തിരിച്ചു വരണം, ഷാജൻ ഒരു തീയാണ്, കേരളത്തിലെ മാധ്യമങ്ങളെ ഒന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഷാജൻ സ്കറിയെ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ, ഷാജൻ സ്കറിയെ തൊടാൻ ഞങ്ങൾ ജനങ്ങളെ അനുവദിക്കില്ല, അല്ല ഈ CPM-നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ഷാജൻ ഫാൻസ് രംഗത്തെത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പോ ഇവിടെ തന്നെ സംഭവിച്ചത് തൊടുപുഴയിൽ ഇദ്ദേഹം ഒരു കല്യാണത്തിന് പോയ സമയത്ത് രാവിലെ മുതൽ ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വൈകിട്ടത്തെ പരിപാടിക്കായി, റിസപ്ഷന്റെ പരിപാടിക്കായി പോയ സമയത്ത് ഇദ്ദേഹത്തിന്റെ പുറകിൽ നിന്നൊരു താർ വാഹനം പിന്തുടർന്നു, ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകിലായിട്ട്. ആ വാഹനം പിന്തുടർന്ന് അപ്പൊ ഇദ്ദേഹം കരുതിയത് ആരോ റിസപ്ഷൻ സ്ഥലത്തേക്ക് വഴി അറിയാത്ത ആരോ വരുന്നുണ്ട്, അല്ലെങ്കിൽ തന്റെ ഫാൻസ് ആരെങ്കിലും തന്നോട് പരിചയപ്പെട്ട് 2 ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നതായിരിക്കും എന്നാണ് ഇദ്ദേഹം കരുതിയത്. അപ്പോൾ ഇദ്ദേഹത്തിന് പുറകെ പോകുന്നു. ഒരു ഭാഗം എത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ വണ്ടിയിലേക്ക് ആ താറ് കൊണ്ടിട്ട് ഇടിക്കുന്നു. അപ്പൊ ചിലർ പറയുന്നു ഇദ്ദേഹം അവിടെ നിന്ന് ആ വണ്ടി ചാടി ഇറങ്ങി ATM-ൽ കയറി ഒളിച്ചു, പിന്നെ അടി കിട്ടാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദൃശ്യങ്ങൾ കണ്ടതിൽ ഇദ്ദേഹം എന്താണെന്ന് അറിയാൻ ഗ്ലാസ് താഴ്ത്തുന്നു. ഗ്ലാസ് താഴ്ത്തി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ അവിടെ നിന്ന് വലിച്ചിറക്കി ചന്നം പിന്നെ അടിക്കുന്നു. പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. പരിക്കുകൾ ഗുരുതരമല്ലാത്തതുകൊണ്ട് ചിലപ്പോ ഒബ്സർവേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടുണ്ടാകാം. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഓണക്കിറ്റിലെ സാധനങ്ങളെ കുറിച്ച് ഒരു വാർത്ത ചെയ്തു. ഓർമ്മയിൽ ഞാനും പ്രേംലാലേട്ടൻ 2 രീതിയാണ് സ്വീകരിച്ചത്. പ്രേംലാലേട്ടൻ അതിന് കുറച്ചുകൂടി സാധ്യമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ അതിൽ സർക്കാർ കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 2 ടാലി ആയിട്ട് പോകും. ചില വാർത്തകൾ നമ്മൾ അങ്ങനെയല്ല, ചില വാർത്തകൾ ചില ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് പോലെ നമുക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ CPM-നെ കടന്നാക്രമിക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ മറ്റാളുകളെ കടന്നാക്രമിക്കുകയും ഒരു ഭാഗം മാത്രം കേൾക്കുകയും ചെയ്യുന്ന രീതിയോട് ആളുകൾക്ക് വിയോജിപ്പ് തുടങ്ങി. ഇതിപ്പോ മാത്യൂസ് കൊല്ലപ്പള്ളി, ഇയാളൊരു കാപ്പ ചുമത്താൻ പോരുന്ന അത്ര കുറ്റകൃത്യങ്ങളുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഷാജൻ സ്കറിയ ഒരു വാർത്ത ചെയ്തു. ആ വാർത്ത മൂലം ഇദ്ദേഹത്തിന് മാനസികമായും വലിയ രീതിയിലുള്ള അപമാനവും ശാരീരികമായ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇയാൾ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അന്ന് മുതൽ അയാളുടെ വീട് തൊടുപുഴയാണ്. അന്ന് മുതൽ ഇയാൾ വട്ടം കൂടി ഇരിക്കുകയാണ്. കാരണം സത്യാവസ്ഥ അന്വേഷിക്കാതെയാണ് ഈ വാർത്തകൾ ഷാജൻ സ്കറിയ നൽകിയത് എന്നാണ് ഈ മാത്യൂസ് കൊല്ലപ്പള്ളി പറയുന്നത്. ഇതിൽ 5 പേരുണ്ടെന്നാണ് പറയുന്നത്. ഈ 5 പേര് CPM-കാരാണ്. CPM അവരെ സംരക്ഷിക്കുകയാണ്. AKG സെന്ററിൽ പ്രതികളുണ്ട്, പോലീസ് പിടിച്ചില്ലെങ്കിലും ജനങ്ങൾ ഈ പ്രതികളെ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് പലരും വലിയ രീതിയിൽ സംസാരം നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം PC ജോർജ് മറുനാടനോട് തന്നെ പറഞ്ഞ ഒരു വാർത്ത ഞാൻ കാണാനിടയായി. അപ്പോൾ PC ജോർജ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിലൊരു പങ്കുമില്ല.
മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഈ കേസ് രാഷ്ട്രീയപരമായ രീതിയിലല്ലാതെ തന്നെ ഇത് കൈകാര്യം ചെയ്യണം. കാരണം ഒരു മാധ്യമ പ്രവർത്തനം സംഭവിച്ചത് ഈ രീതിയിലാണ് എന്നുള്ള രീതിയിൽ തന്നെ പോലീസ് കൈകാര്യം ചെയ്യണം. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐക്കാർ തന്നെയാണ് ഈ പ്രതികളുടെ പേര് പോലീസിന് നൽകിയതും. പിന്നെ കാരണം അവർക്കിതിൽ CPM പറയുന്നത് ഇപ്പോ അവരുടെ അനുഭാവികളായ പലരും പലതും ചെയ്തിട്ട് എല്ലാം CPM പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറയുന്നതിൽ ന്യായമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ നാളെ പിന്നെ ഒരു 5-6 RSS പ്രവർത്തകർ കാണും, RSSനെ വിശ്വസിക്കുന്നവർ കാണും. അവർ വന്ന് ഒരാളെ അടിച്ചിട്ട് പോയവരൊക്കെ സംഘികളാണ്, BJPയിലുള്ള RSSലുള്ളവരാണെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം അവർ RSSനെ വിശ്വസിക്കുന്നവരാണ്, അല്ലാതെ ആശയത്തെ പിന്തുടരുന്നവരാണ്, അല്ലാതെ പിന്നെ ആ സംഘടനയുമായി ബന്ധപ്പെട്ടവരല്ല. അപ്പൊ അതുപോലെ ഇത് CPM എന്ന് പറയുന്ന ആശയത്തെ പിന്തുടരുന്നവരായിരിക്കും. അവർ ചിലപ്പോ CPM സംഘടനയ്ക്കകത്ത് ഉണ്ടാവണമെന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെ ആരെയും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോ സഹാക്കന്മാർ ഇവരെ ആരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ വെള്ളപൂശുന്നതല്ല, ഷാജൻ സ്കറിയ കുറ്റക്കാരനായി പറയുന്നതുമല്ല. ഷാജൻ സ്കറിയോടായാലും നമ്മളോടായാലും മാധ്യമ പ്രവർത്തനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ഒരു താക്കീതാണ്, ഒരു പക്ഷം പിടിച്ച് വാർത്ത ചെയ്താൽ എന്നാണെങ്കിലും നമുക്ക് തിരിച്ചടി ഉറപ്പാണ് എന്നുള്ളത്. പറയുമ്പോൾ രണ്ട് ഭാഗവും കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം. അത് വാർത്തയിൽ പറഞ്ഞില്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒരാളെ തേജോവധം ചെയ്യുന്ന തരത്തിൽ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ നാളെ അയാൾ പുറത്തിറങ്ങി നടക്കേണ്ടതാണ്, അയാൾക്ക് അപമാനം ഉണ്ടാകും, അയാൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആളാണ് എന്നൊക്കെയുള്ള ഒരു ചെറിയ ഓർമ്മയെങ്കിലും നമുക്കുണ്ടാവണം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. വാക്കുകൾ കൊണ്ടും പ്രതിഷേധം അറിയിച്ചുകൊണ്ടും പലരും രംഗത്തെത്തുന്നുണ്ട്, പല രീതിയിൽ, പല തരത്തിൽ. പക്ഷേ നാളെ ഇതൊക്കെ ഒരുപക്ഷെ ആ പരാതിക്കാരില്ല, ഈ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുമ്പോൾ ഈ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ ആളുകൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തെ വരെ ആളുകൾ തേജോവധം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇയാളെ വളർത്തിയത് ശരിയായില്ല, ഇയാളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇയാൾക്ക് ഈ സ്വഭാവം കിട്ടിയതാണ് എന്നൊക്കെ ചോദിച്ചാണ്. അപ്പോൾ അയാളുടെ അമ്മ, അയാളുടെ അച്ഛൻ മരിച്ചുപോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അയാളുടെ സഹോദരങ്ങൾ, ഇവരൊക്കെ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ഇവരൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വേട്ടയ്ക്ക് പോയപ്പോൾ ഇവരൊക്കെ പുറകെ പോയോ? അല്ലെങ്കിൽ നീ ചെന്ന് പെണ്ണ് പിടിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ പറഞ്ഞോ? ഇല്ല. അപ്പോ ചില കാര്യങ്ങളിൽ ഇപ്പോ അതുപോലെ തന്നെയാണ് പിന്നെ ഇപ്പോ CPMൽ എത്ര നേതാക്കന്മാർക്കെതിരെ സ്ത്രീ പീഡന കേസുകളുണ്ട്. മന്ത്രിയായിരിക്കെ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക ചുവയുള്ള സംസാരം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെയാണെന്ന് തോന്നുന്നു കടകംപള്ളിക്കെതിരെ ഒരു വാർത്ത വന്നത് കണ്ടത്. ഇപ്പോഴത്തേതാണോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോ അത്തരത്തിൽ എത്ര വോയിസ് ക്ലിപ്പുകൾ വെളിയിൽ വന്നു. സ്വപ്ന തന്നെ എത്ര ആളുകളുടെ പേരുകൾ പറഞ്ഞു. പിന്നെ മൂന്നാറിൽ നല്ല തണുപ്പാണെന്ന് പറഞ്ഞ മന്ത്രി വരെ ഉണ്ട് ഇവിടെ. അപ്പോ പലരും കിടക്കയിലേക്ക് വിളിച്ചു എന്ന് വരെ സ്വപ്നയുടെ ബുക്കിലും പറഞ്ഞിട്ടുണ്ട്, സ്വപ്നയും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എത്ര പേർക്കെതിരെ കേസ് എടുത്തു? ഓരോരുത്തരുടെയും പേര് മെൻഷൻ ചെയ്ത് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ആരെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ? ആർക്കെതിരെയെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? ആരെങ്കിലും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഒരു കൈ കൊട്ടിയാൽ സൗണ്ട് ഉണ്ടാകില്ല. അപ്പൊ ചിലർ പറയും ഇങ്ങനെ കൊട്ടിയാൽ സൗണ്ട് ഉണ്ടാകും. ഇല്ല, രണ്ട് കൈയും അറിഞ്ഞു കൊട്ടിയാലേ സൗണ്ട് ഉണ്ടാവും എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോ ഷാജൻ സ്കറിയയ്ക്ക് സംഭവിച്ചത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമോ അടിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷം ചേർന്ന് വാർത്തകൾ ചെയ്യുന്നവർക്കെല്ലാം ഉള്ള ഒരു താക്കീതായി ഇതിനെ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്ത് എല്ലാവരും കൂടെ വന്ന് കയറണമെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആൾക്കും ഒരു മനസ്സുണ്ട്, അയാൾക്കും കുടുംബാംഗങ്ങളുണ്ട്, അയാളും പൊതുസമൂഹത്തിൽ നടക്കേണ്ടവനാണ്. തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കാൻ മാധ്യമങ്ങൾക്ക് അവകാശമില്ല. മാധ്യമ പ്രവർത്തകർ ജഡ്ജികളാവാതിരിക്കുക, കോടതികളാവാതിരിക്കുക. അത് തീരുമാനിക്കാനും തെറ്റുകാരനാണോ എന്ന് തീരുമാനിക്കാനും ശിക്ഷ വിധിക്കാനും ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. അത് അതിൻ്റെതായ വഴിക്ക് പോകട്ടെ. വാർത്തകൾ കൊടുക്കുക, അത് സത്യസന്ധമായി കൊടുക്കുക, രണ്ട് ഭാഗവും ചേർത്തിട്ട് കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ജോലി. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, ഇനിയും സംഭവിക്കുമായിരിക്കാം. പക്ഷെ എങ്കിലും എപ്പോഴും ഒരു ഓർമ്മ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായാൽ നന്നായിരിക്കും.